അതിർത്തി നിലവിലിപ്പോൾ ശാന്തമാണ്, ആശ്വാസകരമായ കാര്യം തന്നെയാണ്. വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തലിലേക്ക് വരുമ്പോൾ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വെടിനിർത്തലിനെക്കുറിച്ച് ആദ്യമായി ഔദ്യോഗികമായി പ്രതികരിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ അറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലൂടെയായിരുന്നു. അങ്ങനെ ട്രംപിലൂടെയായിരുന്നോ അത് അറിയേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട്. അതിന് കൃത്യമായൊരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. ആ മറുപടി വേണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 മണിക്ക് മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു, ഇന്ത്യയെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. അജിംസി പറഞ്ഞതുപോലെ ട്രംപിലൂടെയാണ് നമ്മളൊക്കെ ഈ വാർത്ത ആദ്യം അറിയുന്നത്. ഒരു വെടിനിർത്തലിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം. ശരിക്കും ട്രംപിനെ സംബന്ധിച്ച് എന്താണ് കശ്മീരിൽ കാര്യം? ഈ കശ്മീരിൽ ഇവോൾവ് ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഭീകരന്മാർ 26 ഇന്ത്യൻ സിവിലിയൻസിനെ കൊന്നു. നമ്മളതിന് ഒരു മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ടെറർ ഹബ്ബുകൾ, അതായത് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുന്നു. സിവിലിയൻസിനെ നമ്മൾ ആക്രമിക്കില്ല എന്ന് തീരുമാനിക്കുന്നു. പാകിസ്ഥാനെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കില്ല എന്ന് തീരുമാനിക്കുന്നു. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചുകൊണ്ടൊരു ഓപ്പറേഷൻ നടത്തുന്നു. അവിടെ കഴിയേണ്ടതാണ്. പക്ഷേ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു? പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ മിലിറ്ററി കേന്ദ്രങ്ങളെയാണ്. അതേ തുടർന്നാണ് നമ്മുടെ മിലിറ്ററി കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോഴാണ് തിരിച്ച് പാകിസ്ഥാൻ മിലിറ്ററി കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിക്കുന്നത്. അങ്ങനെ ഈ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഇപ്പോൾ അതിർത്തിയിലും ഷെല്ലാക്രമണം ഉണ്ടായി. അവരും ആ ആക്രമണത്തിൽ ഇന്ത്യൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വളർപ്പൊടുന്നനെ വരുന്നത്. അങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം തൊട്ട് തലേന്ന് രാത്രിയും വലിയ തോതിലുള്ള സംഘർഷം അതിർത്തി മേഖലയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ നമ്മൾ വിജയകരമായി തടുത്തു നിർത്തുകയും ചെയ്തു. നമ്മുടെ കുറച്ച് സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. നമ്മൾ കൊന്നത് സിവിലിയന്മാരെയാണ്, ടെററിസ്റ്റുകളെയാണ്. സിവിലിയന്മാരെ കൊന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മറുപടി ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തീരേണ്ടതാണ്. അവിടെ കഴിഞ്ഞു. നമ്മളത് എസ്കലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. പലവട്ടം സൈന്യവും വിദേശകാര്യ സെക്രട്ടറി ആ കാര്യം ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ എസ്കലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് വീണ്ടും അവരുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സിനെ ആക്രമിക്കുന്നത്. ഇന്നും സൈന്യം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തൽ എന്ന് പറയാൻ നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിലല്ല, പരസ്പരമുള്ള സംഘർഷം ഉണ്ട്. ആ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഭയമുണ്ട്. പക്ഷേ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമൃത സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു വെച്ചാൽ അതിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ മാർക്കോ റൂബിയോ, അവരുടെ വിദേശകാര്യ സെക്രട്ടറി, ട്വീറ്റ് ചെയ്തിരുന്നു. ഈ ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ 48 മണിക്കൂറായി അതായത് ഫോറിൻ സെക്രട്ടറി, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരു രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ഒക്കെ ചർച്ച തുടരുകയാണ്. തുടർച്ചയായ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഈ വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ തുടർന്ന് CNN ഒരു വാർത്ത വരുന്നു. CNN വരുന്ന വാർത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അമേരിക്ക, അതായത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയും JD വാൻസ് വൈസ് പ്രസിഡൻറ്റും ഒരു സുപ്രധാന ഇൻ്റലിജൻസ് വിവരത്തെക്കുറിച്ചുള്ള വിവരം നൽകുന്നു. അതെന്താണെന്നുള്ളത് ഇനിയും വെളിപ്പെട്ടിട്ടില്ല. അതേ തുടർന്നാണ് വെടിനിർത്തലിന് ഇന്ത്യ സന്നദ്ധമാകുന്നത് എന്നാണ് അമേരിക്കയുടെ CNN റിപ്പോർട്ട് പറയുന്നത്. അതിൻ്റെ ഓതൻറ്റിസിറ്റി നമുക്കറിയില്ല. അവർ സോഴ്സുകൾ ഉദ്ധരിച്ച് നൽകുന്ന വാർത്തയാണ്. പക്ഷേ ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് ഇനിയും, അതായത് ഡൊണാൾഡ് ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചോ അതെന്തുകൊണ്ടാണെന്നോ ഒന്നും ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. വിദേശകാര്യ സെക്രട്ടറി അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വിദേശകാര്യ സെക്രട്ടറി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് ഇരു രാജ്യങ്ങളിലെയും DGMOമാർ പരസ്പരം സംസാരിച്ചിട്ടാണ് വെടിനിർത്തലിലെത്തിയതെന്നാണ്. അതിൽ ട്രംപിൻ്റെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ആ പ്രസ് ബ്രീഫിംഗ് വളരെ ചെറുതായിരുന്നു. 1-2 സെൻറ്റൻസിൽ അദ്ദേഹം ആ പ്രസ് ബ്രീഫിംഗ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് അതിനെക്കുറിച്ച് വിശദീകരണമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, BJP ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം അതേക്കുറിച്ച് പറയുമെന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് DGMOമാർ പരസ്പരം സംസാരിച്ച് വെടിനിർത്തിയതാണെന്നാണ്. അങ്ങനെ സംസാരിച്ച് വെടിനിർത്തിയതാണെങ്കിൽ അതിൽ ട്രംപിൻ്റെ റോൾ എന്താണ്? ആ ചോദ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ പലരും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തിനാണ് ട്രംപ് അതിലിടപെടുന്നത്? അതിൻ്റെ കാരണമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് കശ്മീരാണ്. കശ്മീർ വിഷയത്തെ തുടർന്നാണല്ലോ മറ്റേ ഭീകരാക്രമണം ഉണ്ടാകുന്നു, അവർ ഭീകരന്മാർ ഇങ്ങോട്ട് ക്രോസ് ബോർഡർ അറ്റാക്കിന് വേണ്ടി അയക്കുന്നതും എല്ലാം കശ്മീർ എന്നൊരൊറ്റ വിഷയത്തിലാണ്. കശ്മീർ എന്ന വിഷയം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പല വിഷയങ്ങളിലും പരിഹരിക്കപ്പെടും, അല്ലാതെ തന്നെ പരിഹരിക്കപ്പെടും. കശ്മീർ വിഷയം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉന്നയിക്കരുതെന്നും ഒരു തേർഡ് പാർട്ടി ആ വിഷയത്തിൽ ഇടപെടരുതെന്നും ബയലാട്രൽ ടോക്സിലൂടെ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാവൂ എന്നുള്ളതാണ് ഷിംല കരാറിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അതൊരു ഗ്ലോബൽ
രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ താല്പര്യമാണ്. കാരണം ഈ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ജനതകളുടെ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എന്ന വിഷയത്തിൽ അവർ ഒരു സ്റ്റാൻഡ് എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഖലിസ്ഥാൻ എന്ന് പറയുന്ന ആ കോസിനോട് കാനഡ സ്വീകരിക്കുന്ന നിലപാട് നമുക്കറിയാം. ഖലിസ്ഥാൻ വാദം ഇന്ത്യക്ക് എത്രമാത്രം വലിയ തലവേദനയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ എന്ന രാജ്യം വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ എത്ര ശക്തമായി ഇടപെട്ട് പരിഹരിച്ചു വരികയാണ്, അതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യക്കാർക്കറിയാം. പക്ഷേ ഒരു ഗ്ലോബൽ രാഷ്ട്രീയ, അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദിയിൽ അത് വേറൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും ആഗ്രഹം എന്താണ്? അത് UN-ൽ ഉന്നയിക്കുക, UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉന്നയിക്കുക, ഇത്തരം അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജി. പക്ഷേ ഷിംല കരാർ പറയുന്നത് അത് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമാണ്, മൂന്നാമതൊരു കക്ഷി ഇടപെടരുതെന്നാണ്. അപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, അതിന് പാകിസ്ഥാൻ്റെ തിരിച്ചടി, പ്രത്യാക്രമണം, അതിനെ നമ്മൾ ചേർത്ത് ഈ വിഷയങ്ങളിൽ അതേ തുടർന്നുണ്ടായ വെടിവെപ്പിൽ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിൽ ട്രംപിന് എന്ത് റോളാണ്, ട്രംപിന് എന്തിനാണ് ഇടപെടിയിച്ചത്, ട്രംപ് എങ്ങനെയാണ് അതിൽ ഇടപെട്ടത് എന്ന് രാജ്യത്തോട് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പരമ്പരാഗതമായ കശ്മീർ നയം, ആ നയത്തിന് വിരുദ്ധമാണ് ട്രംപ് ഇടപെട്ട രീതി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനിന്ന് വൈകിട്ട് 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മറുപടി പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റഡ് പ്രസംഗവുമായിട്ടാണ്. അതിൽ ഈ വിഷയത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് കരുതി അദ്ദേഹത്തോട് ആരും തിരിച്ച് ചോദ്യമൊന്നും ചോദിക്കാനില്ല. അത് പ്രസ് മീറ്റ് അഭിസംബോധന ചെയ്യുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷം പറയുന്നത് ഒരു സംയുക്ത പാർലമെൻ്ററി സമ്മേളനം വിളിക്കണം. ആ സമ്മേളനത്തിൽ ഇരുസഭകളിലെ സമ്മേളനം വിളിച്ച് അതിൽ പ്രധാനമന്ത്രി നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അതാണ് ഇന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്, പ്രധാനമന്ത്രി നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അപ്പോൾ അതിനോടും സർക്കാരോ BJP ഒന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആകെ പ്രതികരിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. എന്തിനാണ് സമ്മേളനം വിളിക്കുന്നത്? ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒന്നും ഉണ്ടാവാറില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. അതിനെ ട്രിവിയലൈസ് ചെയ്യലോ റിഡക്ഷനിസമോ ആണ്. അങ്ങനെ എല്ലാത്തിനും മറുപടി നൽകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഈ പറയുന്ന രാജ്യത്തെ അഭിസംബോധന എന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞില്ല, അത് പാർലമെൻറ്റിൽ പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ഇടപെട്ടത്, എന്തായിരുന്നു അവർ നൽകിയ വിവരം, എന്ത് സമ്മർദ്ദത്തിലാണ് നമ്മൾ വെടിനിർത്തലിന് തയ്യാറായതെന്ന് രാജ്യത്തോട് തുറന്നു പറയാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥരാണ്. അതിനപ്പുറം പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് കുറേ അധികം ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു, ഇപ്പോൾ സംഘർഷം മാറി, ഇനി കുറേ അധികം ചോദ്യങ്ങൾ മുമ്പ് നമുക്ക് ചോദിക്കാൻ പറ്റാതിരുന്ന, ആ സമയത്ത് ചോദിക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, 26 ജീവനുകൾ നമ്മുടെ സഹോദരങ്ങൾ നഷ്ടമായതാണ്. ആ സമയത്ത് ഒരു ഗ്രീഫിൻ്റെ സമയമാണ്. ആ സമയത്ത് ആ ചോദ്യം അല്ലായിരുന്നു ഉന്നയിക്കേണ്ടത്. ഭീകരന്മാരെ പിടികൂടുക, തിരിച്ചടി നൽകുക തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു രാജ്യത്തിൻ്റെ ഐക്യം വേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ ഉണ്ടായ ഗ്രേവായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സ്, ആ സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് രാജ്യത്തോടല്ലെങ്കിലും ആ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോട് പ്രധാനമന്ത്രി വിശദീകരിക്കണം. അതിൻ്റെ കാരണം ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നത് ഏപ്രിൽ 23-നാണ്. അതിന് ഏതാണ്ട് 4-5 ദിവസം മുമ്പാണ്, ഏപ്രിൽ 19, അതിന് 2 ആഴ്ച മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലെത്തി ഒരു സുരക്ഷാ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ സെക്യൂരിറ്റി റിവ്യൂ മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്, നോക്കൂ കശ്മീർ എത്ര സുരക്ഷിതമായിരിക്കുന്നു, ഇവിടെ ടൂറിസവും മറ്റ് എക്കണോമിക് സെക്ടറുകളെല്ലാം നന്നായി പോകുന്നു, ഇത് സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടമായിട്ട് തന്നെ അദ്ദേഹം വ്യാഖ്യാനിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടുടനെ ഏപ്രിൽ 19-ാം തീയതി പ്രധാനമന്ത്രി കശ്മീരിൽ പങ്കെടുക്കാതിരുന്നൊരു പരിപാടി തൊട്ട് തലേന്ന് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ആ തൊട്ട് തലേന്ന് ക്യാൻസൽ ചെയ്ത് എന്തിനാണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം, മോശം കാലാവസ്ഥയെ തുടർന്നാണ് അത് മാറ്റിവെച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെ rediff.com, ദി ഹിന്ദു, ഈ 3 മാധ്യമങ്ങൾ ഈ പെഹൽഗാം അറ്റാക്കിനെ കുറിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ അധികൃതർക്ക് ലഭിച്ചിരുന്നുവെന്നും, അതായത് ഒരു ആക്രമണ സാധ്യത, ഏപ്രിൽ മാസത്തിൽ ഒരു ആക്രമണ സാധ്യത ശ്രീനഗറിലും പരിസര പ്രദേശങ്ങളും ഉണ്ടാകും എന്ന വിവരം ലഭിച്ചിരുന്നുവെന്നും അക്കാരണത്താലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി ക്യാൻസൽ ചെയ്തെന്നുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് തന്നെയാണ്, അവിടുത്തെ അധികൃതർ ഉദ്ധരിച്ചാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ വാർത്ത നിങ്ങളിപ്പോൾ ആ വാർത്ത നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ ആ വാർത്ത കിട്ടില്ല. വാർത്ത കിട്ടും ചിലപ്പോൾ, ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കണ്ടൻറ് ഉണ്ടാവില്ല. മുമ്പ് വാർത്ത ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ കണ്ടൻറ് ലഭിക്കില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ ലഭിച്ചിരുന്നോ, ഒരു ഇൻ്റലിജൻസ് വിവരം ലഭിച്ചിരുന്നോ, അത് അവഗണിക്കപ്പെട്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് അങ്ങനെ ഇൻ്റലിജൻസ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരിപാടി റദ്ദാക്കണം, അതിന് സുരക്ഷ ഏർപ്പെടുത്തണം. പക്ഷേ പ്രധാനമന്ത്രിയുടെ ജീവനെ പോലെ തന്നെ സുരക്ഷിതമായിരിക്കണം കശ്മീരിലെ ജനങ്ങളുടെയും അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെയും. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇൻ്റലിജൻസ് വിവരം ഉപയോഗിക്കപ്പെട്ടോ? അവിടെ എന്തെങ്കിലും ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായോ? അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച വന്നോ? ഈ സംഭവം നടന്ന ബൈസരൻ വാലിക്ക് തൊട്ടടുത്ത് 3
സൈനിക കേന്ദ്രങ്ങളുണ്ട്, സൈനിക ബേസ് ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ സുരക്ഷാ സൈന്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന അമർനാഥ് റോഡാണ്, ആ യാത്ര പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ബൈസരൻ വാലി. കനത്ത സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു റോഡാണത്. ആ റോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായോ? ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്നെത്തി? ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നതല്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണത്. ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്നെത്തി? നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ അധികാരം? നിങ്ങളല്ലേ അതിർത്തി കാക്കേണ്ടവർ? എങ്ങനെയാണ് ഭീകരന്മാർ അതിർത്തി കടന്നെത്തിയതെന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യത്തെ പൗരന്മാർ ചോദിക്കേണ്ട ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ 26 പേരെ കൂട്ടക്കൊല ചെയ്ത ആ ഭീകരന്മാരെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ഇനിയും സാധിച്ചിട്ടില്ല. അവരെവിടെയെന്നറിയില്ല, അവർ വന്നതെങ്ങനെയെന്നറിയില്ല, അവരെങ്ങോട്ട് പോയി എന്നറിയില്ല. അവരെവിടെ എന്നതിനുള്ള ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയേ മതിയാവും. നമ്മൾ പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര ക്യാമ്പുകൾ തകർത്തു, ഭീകരന്മാരെ കൊന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റുകൾ, ഇത് ചെയ്ത ആളുകളെ കണ്ടെത്തണ്ടേ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? അത് എപ്പോൾ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള മറുപടിയും പ്രധാനമന്ത്രി പറഞ്ഞേ പറ്റൂ. അതിന് ഏറ്റവും നല്ല ജനാധിപത്യപരമായ മറുപടിയും അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളൊന്നും അഭിസംബോധന ചെയ്യേണ്ട, ജേർണലിസ്റ്റുകളുടെ ചോദ്യങ്ങൾ കേൾക്കുകയോ വേണ്ട, പാർലമെൻറ്റിന് മുമ്പിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയും പാർലമെൻറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും വേണം. നിഷാദ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ നേരത്തെ സർവകക്ഷി യോഗം നടന്നപ്പോഴൊന്നും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നുമുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മോദി മറുപടി പറയൂ? ഇവിടെ മറുപടി പറയാൻ മോദിക്ക് അങ്ങനെ മറുപടി പറയേണ്ട കാര്യമില്ല. കക്ഷി അങ്ങനെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. മണിപ്പൂരിൽ പുള്ളി മറുപടി പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ? മണിപ്പൂരിൽ മറുപടി പറയിക്കാൻ വേണ്ടി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു ലോക്സഭയിൽ. അവിശ്വാസ പ്രമേയം വന്നാൽ പിന്നെ മോദി വന്ന് പ്രധാനമന്ത്രി വന്ന് മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലേ അദ്ദേഹം പറയില്ലായിരുന്നു. 3 ദിവസം അവിശ്വാസ പ്രമേയത്തിൽ മേൽ ചർച്ച നടന്നു. 3ാമത്തെ ദിവസമാണ് വന്നത്. മറുപടി പറഞ്ഞതിൻ്റെ 2 മിനിറ്റ് മുമ്പ് മറുപടി പറഞ്ഞു, പോയി. 1.5 മണിക്കൂറാണ് മറുപടി പറഞ്ഞത്. മണിപ്പൂരിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രം. മണിപ്പൂർ പോലെ നമ്മുടെ സംസ്ഥാനം നിന്ന് കത്തുമ്പോൾ അതേക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു ഈ ജനാധിപത്യ ഇന്ത്യയിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. പിന്നെ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പ്രധാനപ്പെട്ട എന്തെല്ലാം ക്വസ്റ്റ്യൻസ് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. 50 ദിവസത്തിനകം നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്നെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം. നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വല്ല മറുപടിയും പറഞ്ഞു. അങ്ങനെ മറുപടി പറയേണ്ടതില്ല എന്നൊരു സവിശേഷമായ സൗകര്യം അനുഭവിക്കുന്ന ഒരു സർക്കാർ ഇതിൻ്റെ പ്രധാനമന്ത്രി എവിടെ ഇരിക്കുന്നത്? ഒച്ചത്തിൽ ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണല്ലോ. എത്ര ദിവസം കഴിഞ്ഞ് ഇപ്പോഴാണ് ചോദിക്കുന്നത്, ശരിക്കും ചോദിക്കുന്നത്. നമ്മൾ ചോദിച്ചാൽ രാജ്യദ്രോഹികളായി പോകുമെന്ന് കോൺഗ്രസും ഇടതുപക്ഷവും സകല ആൾക്കാരും ഭയപ്പെടുന്ന ഒരു എക്കോസിസ്റ്റം അവരുണ്ടാക്കിയിരിക്കുകയാണ്. അതിനകത്ത് നമ്മളെല്ലാം നിൽക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഭയമാണ്, പ്രതിപക്ഷത്തിന് ഭയമാണ്. ഉറക്കെ ചോദിച്ചാൽ അത് രാജ്യവിരുദ്ധമായി പോകുമോ, സൈനിക വിരുദ്ധമായി പോകുമോ, അത് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടായി പോകുമോ എന്നൊരു ഭയപ്പാടുണ്ടാക്കിയിരിക്കുകയാണ്. ഈ ചോദ്യത്തോടെല്ലാം BJP റെസ്പോൺസ് നിങ്ങൾ നോക്കൂ. ഇവർ ശത്രുക്കളുടെ കൂടെയാണ്, ഇവർ സൈന്യത്തിൻ്റെ കൂടെയല്ല, ഇവർ രാജ്യത്തിനെതിരായി നിൽക്കുകയാണെന്നൊരു സാധനമുണ്ട്. അതിൽ ഭയപ്പെടുകയും അറക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, അമേരിക്ക നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, കശ്മീർ വിഷയത്തിൽ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന പ്രഖ്യാപിത നിലപാടും കരാറുമുള്ള രാജ്യമാണ് ഇന്ത്യ. ആരെങ്കിലും കശ്മീർ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ വേറെ പണി നോക്കുക എന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഇപ്പോഴും അങ്ങനെ പറയാൻ പറ്റും, അതാണ് നയം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഞാൻ കശ്മീരിലുണ്ടായ ഒരു ഭീകരാക്രമണം, അതേ തുടർന്നായിട്ടുള്ള ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഞാൻ സംസാരിച്ച് പരിഹരിച്ചു എന്ന്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു അങ്ങനെ ഒരു ഇടപെടലുണ്ടായിട്ടില്ല, ഞങ്ങൾ നേരിട്ടാണത് പരിഹരിച്ചതെന്ന്. എങ്കിൽ അമേരിക്കയുടെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ചോദിക്കുക, എന്താ ഈ പറഞ്ഞതെന്ന്, നിങ്ങളെന്ത് മോശമാണ് ഈ പറഞ്ഞത്, നിങ്ങൾ എവിടെ ഇടപെട്ടു, ഞങ്ങളുടെ ഒരു അടിസ്ഥാന നയത്തിനെതിരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ എങ്ങനെ പറ്റുക? അല്ല ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ നോക്കാം. ഇന്നത്തെ രാത്രിയിൽ 8 മണിക്കത്തെ അദ്ദേഹം സംസാരിക്കുന്ന അഭിസംബോധനയിൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെതിരെ എന്തു പറയുന്നു? അദ്ദേഹം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയൊക്കെ അധിക്ഷേപിച്ച് വർത്താനം പറയാൻ നല്ല മിടുക്കുള്ള ആളാണല്ലോ. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ് ഈ മോശം കാര്യത്തിന് അദ്ദേഹം എന്ത് മറുപടി പറയും? സ്ഥാനപതിയെ വിളിച്ചു വരുത്തും. നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ സ്ഥാനപതിമാരെ വിളിച്ചു വരുത്തി നമ്മുടെ വിയോജിപ്പ് അറിയിക്കാറുണ്ട്. അത് ഉണ്ടാവുന്നില്ലെന്നല്ലേ കാണേണ്ട കാര്യം. രണ്ടാമത്, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു തേർഡ് പാർട്ടി ഇടപെടുന്നു എന്നുള്ള കാര്യം വന്നാൽ നമ്മളുടെ നിലപാടെന്താണ്? പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു, പാകിസ്ഥാൻ നമുക്കൊരു ഭീഷണിയേ അല്ല, അവരുടെ ഒരു ആക്രമണ ശ്രമങ്ങളും ഇവിടെ ഫലവത്തായിട്ടില്ല, എല്ലാം നമ്മൾ കർശനമായി തടഞ്ഞിരിക്കുകയാണ്, നമുക്കവരെ ഒരു ഭയവുമില്ല. ഒരു തേർഡ് പാർട്ടി ഇടപെടുക എന്ന് വെച്ചാൽ 2 പേരും അഗ്രസീവായി നിൽക്കുന്നു, അത് പരിഹരിക്കാൻ ഒരു 3ാമതൊരാൾ വേണമെന്നാണ് നയം. അങ്ങനെ 3ാമതൊരാൾ ഇടപെടേണ്ട തരത്തിൽ ഒരു ഭീഷണി ഇവിടെ ഇല്ല. ഇന്ത്യയാണ് സകലരും ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. മധ്യസ്ഥൻ വന്ന് പരിഹരിച്ചാലേ പരിഹാരമാകുമെന്ന് നില വന്നു എന്നല്ല ഈ 3ാമൻ പരിഹരിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം. അതിന് പ്രധാനത്തിന് മറുപടി പറയണം. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നമുക്കൊല്ല സീരിയസ് ത്രെട്ടും ഉണ്ടായിരുന്നു, 3ാമതൊരാൾ വരാൻ വേണ്ടി മാത്രം. നമ്മൾ പറഞ്ഞ കേൾക്കാത്തതിനേക്കാൾ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ അഗ്രഷൻ പോയോ? മറുപടി പറയേണ്ട കാര്യമാണ്.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം വന്നിട്ടില്ല, രണ്ടാമത്തേതിലും അദ്ദേഹം വന്നിട്ടില്ല. കാരണം സർവകക്ഷി യോഗം, പ്രതിപക്ഷ പാർട്ടികൾ അവരുയർത്തുന്ന ചോദ്യങ്ങൾ അതിനോടൊക്കെ അദ്ദേഹത്തിന് പരമപുച്ഛമാണ്. അത് നല്ല നല്ല കോൺഫിഡൻസ് ഉണ്ട് വേറെ പല കാര്യങ്ങൾ കൊണ്ട് അതിനെയൊക്കെ അവസാനിപ്പിക്കാമെന്ന്. ഇപ്പോൾ കാണ്ഡഹാർ വിമാനറാഞ്ചലിൽ പങ്കെടുത്ത ഭീകരവാദികളടക്കം കൊലപ്പെടുത്തി എന്നാണ് സൈന്യം അറിയിക്കുന്നത്, സർക്കാർ പറയുന്നത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഭീകരരെ മറ്റു ഭീകരരെ പോലെ അല്ല. നമുക്കറിയില്ല കാണ്ഡഹാറിൽ പങ്കെടുത്തത് എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല ഓപ്പറേഷൻസിലും അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഭീകരരെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ പഹൽഗാമിലെ അങ്ങനെയല്ല. ആരാണ് പങ്കെടുത്തതിൻ്റെ വിഷ്വൽസ് ഫോട്ടോഗ്രാഫ്സ് പുറത്തു വന്നിട്ടുണ്ട്. അവരെവിടെ? അവർ പാകിസ്ഥാനിലേക്ക്, സ്വാഭാവികമായിട്ടും അവർക്ക് സഹായം കിട്ടിയിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നായിരിക്കുമല്ലോ. അവരെ വിട്ടുകിട്ടാൻ നമ്മൾ എത്ര സമ്മർദ്ദത്തിലേക്ക് പോയി. അവരെ വിട്ടുകിട്ടുന്ന ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ഒരു സന്ധിയിലേക്ക് പോയത്? നമുക്കത് അവസാനിപ്പിക്കാൻ അവരെ വിട്ടുകിട്ടണമെന്നൊരു ഒരു സമ്മർദ്ദം മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നല്ലോ. നമ്മളും പാകിസ്ഥാനുമായിട്ട് പലതരത്തിലുള്ള ഉഭയകക്ഷി കരാറുകളുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഭാവി എന്താണ്? ഇത് നമ്മൾ തുടരുന്നുണ്ടോ, അതോ അതെല്ലാം നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണോ, അതിൽ നിന്നെല്ലാം നമ്മൾ ഏകപക്ഷീയമായിട്ട് പിൻവാങ്ങാൻ പോവുകയാണോ? നേരത്തെ പറഞ്ഞുള്ള ഇൻ്റലിജൻസ് വീഴ്ചയ്ക്ക് സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്ന മറുപടി എന്താണ്? ഇത് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമൃത, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, പട്ടാളത്തിൻ്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പട്ടാളങ്ങളിലൊന്നാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 1971 ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച രാജ്യമാണ്. മോദി വന്നതിന് ശേഷം മാത്രമല്ല മിലിറ്ററി അഗ്രഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പട്ടാളത്തിൻ്റെ ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. പട്ടാളത്തിനറിയാം എവിടെ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആക്രമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പട്ടാളമാണ്. പൊളിറ്റിക്കൽ നേതൃത്വത്തിന് കൺസേൺ എടുക്കുക മാത്രമാണ് ചെയ്യുക. എങ്ങനെ ആക്രമിക്കണം, എപ്പോൾ പിൻവാങ്ങണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പട്ടാളത്തിന് തീരുമാനമാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ മിടുക്കെന്ന് പറഞ്ഞാൽ എന്താണ്? അത് നയതന്ത്രപരമായി നിങ്ങൾക്ക് എത്ര ശേഷിയുണ്ടെന്നുള്ളതിനെക്കുറിച്ചാണ്. പട്ടാളത്തിൻ്റെ മികവ് വേറെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മികവ് വേറെ. IMFൻ്റെ ലോണ് കൊടുക്കാൻ പാടില്ല പാകിസ്ഥാനാണ് നമ്മുടെ നയം. നമുക്ക് അനുകൂലമായിട്ട് ആര് വോട്ട് ചെയ്തു? നമ്മൾ സുഹൃത്ത് രാഷ്ട്രങ്ങളെന്ന് അവകാശപ്പെടുന്നവരും പാകിസ്ഥാനിലോട്ട് വോട്ട് ചെയ്തു, പാകിസ്ഥാന് പൈസയും കിട്ടി. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, എത്ര രാജ്യങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്? പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ, പഹൽഗാമിലെ ആളുകളെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, മുഴുവൻ ഭീകരവാദ ക്യാമ്പുകളും പൂട്ടണം, മുഴുവൻ പേരെയും ഇന്ത്യക്ക് കൈമാറണം എന്ന ആവശ്യം ലോകത്തെ കൊണ്ട് നമ്മൾ എടുപ്പിക്കേണ്ടത്. അതാണ് നയതന്ത്ര മികവ് എന്ന് പറയുന്ന കാര്യം. ഇസ്രായേൽ ഒഴികെ ഒറ്റ രാജ്യവും പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ മാത്രമാണ് പറഞ്ഞത് ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം. ബാക്കി മുഴുവൻ രാജ്യങ്ങളും രണ്ടുപേരും അവസാനിപ്പിക്കണം, ഇത് എസ്കലേറ്റ് ചെയ്യരുത്, ഡി എസ്കലേഷനിലേക്ക് രണ്ടുപേരും പോകണമെന്ന് പറയുന്ന ഒരു നിയന്ത്രണ നിലപാടോ അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയ നിലപാടോ ഒക്കെ പല രാജ്യങ്ങളും സ്വീകരിച്ചു, അമേരിക്ക പോലും. അപ്പോൾ പട്ടാളത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ മികവാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ലോകത്ത് ലോബിയിങ് നടത്തിയിട്ട് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? പാകിസ്ഥാനെ സമ്പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കാൻ, പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 4 പേരെയും വിട്ടുകൊടുത്താലേ IMFൻ്റെ ഫണ്ട് കിട്ടൂ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ലോകവേദികളിലെ നിങ്ങളുടെ രാഷ്ട്രീയം എടുക്കുക, നിങ്ങൾ വിശ്വഗുരുവാണെന്ന് അവകാശപ്പെടുമ്പോൾ അതിലെന്തുമാത്രം വിജയിക്കാൻ കഴിഞ്ഞുള്ള മർമ്മപ്രധാനമായ ചോദ്യമുണ്ട്. പട്ടാളത്തിനും എടുക്ക് നാളെ മോദി മാറി വേറൊരാൾ വന്നാലും അതിൻ്റെ പ്രൊഫഷണലിസത്തിനും അതിൻ്റെ മികവിനും ഒന്നും കുറവ് വരാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് മുമ്പ് നരേന്ദ്രമോദി അല്ലാതിരിക്കുമ്പോൾ ഒരു പൂർണ്ണ യുദ്ധം വിജയിക്കുകയും ലോകത്തോട് രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഈ ബേസിക് ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി പറയുമെന്ന് നമുക്ക് ഉറ്റുനോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം കുറച്ചുകൂടി ശുഭകരമായി തോന്നുന്നത്, ഈ അതിർത്തി സംഘർഷത്തിൻ്റെ ഒരു വൈകാരികാവസ്ഥയ്ക്ക് ചെറിയ ശമനം വന്ന ഘട്ടത്തിൽ മർമ്മപ്രധാനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകൾ തയ്യാറാവുന്നു എന്നത് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ സൂചനയാണ് എന്നാണ് ഞാൻ കാണുന്നത്. സാധാരണ നിലയ്ക്ക് ചോദിക്കാൻ എല്ലാവർക്കും ഭയപ്പാടായിരിക്കും. ഇപ്പോൾ ഇന്ന് നിലയായിട്ടൊക്കെ ചോദിക്കുകയില്ല. പക്ഷേ കോൺഗ്രസ് ചോദിക്കുന്നു, CPIM ചോദിക്കുന്നു, പ്രധാനപ്പെട്ട കക്ഷികൾ ചില മാധ്യമങ്ങളെയൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തയ്യാറായിരിക്കുന്നത് BJPയെ സംബന്ധിച്ച് അവർ ഇത്രയും കാലം ഉണ്ടാക്കിക്കൊടുന്ന ഒരു ഹൈപ്പിനേറ്റ തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇത്തരത്തിൽ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇനിയും നിരവധിയാണ്. അതിലൊരു മറുപടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടത്. അദ്ദേഹം അത് നൽകാൻ തയ്യാറാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം.